നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ നീയും നിന്റെ കഥകൾ തുടങ്ങും. അന്നു കാണും അനുഭവം നിന്റെ സന്തതികളിൽ കൂടി പകരും. ചുറ്റും കണ്ടോ ചിതൽ പുറ്റുമാത്രം, മുറ്റം മൂടി വളർന്നിരിക്കുന്നു. ചുറ്റും കെട്ടിയ മുൾവേലിക്കാട്ടിൽ ചുറ്റപ്പെട്ടു കഴിയുന്നു നമ്മൾ. ചത്തു ചീഞ്ഞ ശവങ്ങളിൽ കൊത്തി കത്തും ഈ വിഷപ്പാറ്റുന്നു നമ്മൾ. ചത്തു ചീഞ്ഞ ശവങ്ങളിൽ കൊത്തി കത്തും ഈ വിഷപ്പാറ്റുന്നു ഞങ്ങൾ. എത്തി നോക്കാതെ മാളത്തിൽ നിന്റെ മൂത്തോർ മുങ്ങി മടങ്ങി വന്നില്ല. പൂക്കളല്ലവ പൂടയാണെൻ്റെ മക്കൾ 4 പേർ കൊക്കൊക്കൊക്കൊക്കോ. പൂക്കളല്ലവ പൂടയാണെൻ്റെ മക്കൾ 4 പേർ കൊക്കൊക്കൊക്കൊക്കോ. എന്തിനയവിറക്കുന്നു നോവു കൂട്ടി നുണഞ്ഞ സുഖങ്ങൾ. അപ്പൊ എന്തിനാണ് ഞാൻ ആ നോവു കൂട്ടി നുണഞ്ഞ സുഖങ്ങളെ കുറിച്ച്, കാരണം ആ സുഖങ്ങൾ ഒരു ഞൊടി മാത്രമാണ് നിലനിന്നുള്ളൂ എന്ന് കോഴി പറയുന്നുണ്ട്. ആ ഒരു ഞൊടി കഴിഞ്ഞതിന് ശേഷം ഞാൻ എത്രയോ ദുഃഖങ്ങൾ അതിന്റെ പേരിൽ അനുഭവിച്ചിട്ടുണ്ട്. നോവു കൂട്ടി നുണഞ്ഞ സുഖങ്ങൾ. നാളെ നിന്നെ ഞാൻ കൊത്തിമാറ്റുമ്പോൾ നീയും നിന്റെ കഥകൾ തുടങ്ങും. അപ്പൊ അന്ന് എൻ്റെ അമ്മ എന്നെ കൊത്തിമാറ്റിയപ്പോൾ അതിൽ പിന്നെ എത്രയോ രാത്രികൾ, എത്രയോ കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോഴാണ് എൻ്റെ ജീവിതത്തിന്റെ ഈ ദുരിതങ്ങളും സുഖങ്ങളും ഒക്കെ തന്നെ അങ്ങനെ കടന്നു പോയത്. അപ്പൊ അതേപോലെ നാളെ നിന്നെ ഞാൻ കൊത്തിമാറ്റുമ്പോഴും നിന്റെ ജീവിതം ഈ രീതിയിലായിട്ട് മാറും. നീയും നിന്റെ കഥകള് ഇതുപോലെ തുടങ്ങും. അന്നു കാണും അനുഭവം നിന്റെ സന്തതികളിൽ കൂടി പകരും. അപ്പൊ എന്നു മുതലാണോ ഞാൻ കൊത്തിമാറ്റി നീ നിന്റെ ജീവിതം സ്വയം കെട്ടിപ്പടുക്കാനായിട്ട് തുടങ്ങുന്നത്, അപ്പൊ അന്നു മുതലുള്ള അനുഭവങ്ങൾ ഇതുപോലെ നീയും നിന്റെ സന്തതികളിൽ കൂടി പകർന്നു കൊടുക്കും. ചുറ്റും കണ്ടോ ചിതൽപുറ്റു മാത്രം, മുറ്റം മൂടി വളർന്നിരിക്കുന്നു. ചുറ്റും കെട്ടിയ മുൾവേലിക്കെട്ടിൽ ചുറ്റപ്പെട്ടു കഴിയുന്നു നമ്മൾ. അവിടുന്ന് അങ്ങോട്ട് കോഴി കുറെ തത്വങ്ങൾ ഇങ്ങനെ പറയും. അപ്പൊ ചുറ്റും കണ്ടോ ചിതൽപുറ്റു മാത്രം. എല്ലായിടത്തും ചിതൽപുറ്റുകളാണ്. ചിതൽപുറ്റിൽ എന്തുണ്ടാവുന്നതാണ് സാധാരണ പറയല്? എന്താണ് ചിതൽപുറ്റിൽ ഉണ്ടാവുന്ന പറയുന്നത്? പാമ്പുണ്ടാവുന്ന പറയാറുണ്ടല്ലോ. അപ്പൊ അതാണ് കോഴി പറയുന്നത്. ചുറ്റും കണ്ടോ ചിതൽപുറ്റു മാത്രം, മുറ്റം മൂടി വളർന്നിരിക്കുന്നു. മുറ്റം മൂടിയിട്ട് ചിതൽപുറ്റും വളർന്നിരിക്കുന്നു. ചുറ്റും കെട്ടിയ മുൾവേലിക്കെട്ടിൽ ചുറ്റപ്പെട്ടു കഴിയുന്നു നമ്മൾ. മുൾവേലിക്കെട്ടിൽ ചുറ്റപ്പെട്ട് കഴിയണം. നമ്മളെ ഒരു മുൾവേലി കെട്ടുകൊണ്ട് ആരൊക്കെയോ ഇങ്ങനെ പിന്നെ ബന്ധനത്തിലാക്കിയിട്ടുണ്ട്. എന്താണ് ആ മുൾവേലിക്കെട്ട്? കുറെ നിയമങ്ങളാണ്. അങ്ങോട്ട് നോക്കരുത്, അവിടേക്ക് പോകരുത് തുടങ്ങിയിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. ഈ നിയമത്തിന്റെ ഉള്ളിൽ കെട്ടി കൂട്ടി ജീവിക്കാൻ ഒരു വളയുണ്ട്. ആ വളയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ ചുറ്റും കണ്ടോ ചിതൽപുറ്റു മാത്രം, മുറ്റം മൂടി വളർന്നിരിക്കുന്നു. 4 ഭാഗത്തും ചിതൽപുറ്റാണ്. അത് മുറ്റം വരെ എത്തിയിരിക്കുന്നു. മുറ്റവും കൂടി മൂടി വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഭയപ്പെടുത്തുന്ന എന്തൊക്കെയോ നമ്മളുടെ ചുറ്റുപാടും ഉണ്ട്. ഏത് സമയം അതിൽ നിന്ന് നമ്മളെ ആക്രമിക്കപ്പെടാം. അപ്പൊ ഈ ആക്രമണങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കണമെങ്കിൽ നീ സ്വയം ശക്തയാവണം എന്നുള്ള ഉപദേശമാണ്. 4 പാടും നീ നോക്കി നിന്റെ സംരക്ഷണം നീ സ്വയം ഉറപ്പുവരുത്തണം. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും ആക്രമണങ്ങളെ നേരിടാം. കാരണം 4 ഭാഗത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പതിയിരിക്കലുകളാണ് ഉള്ളത്. അപ്പൊ അതിന് പുറമെ പിന്നെ എന്താ പറഞ്ഞത്? ഒരു മുൾവേലിക്കെട്ടിൽ അങ്ങനെ നമ്മളുടെ 4 ഭാഗവും ഒരു മുൾവേലിക്കെട്ടുണ്ട്. അപ്പൊ എഴുതപ്പെടാത്ത കുറെ നിയമസംഹിതകൾ നമ്മൾക്ക് ചുറ്റും നിൽക്കുന്നു. ആ നിയമസംഹിതകളുടെ ഉള്ളിലാണ് നമ്മളുടെ ജീവിതം. ചത്തു ചീഞ്ഞ ശവങ്ങളിൽ കൊത്തി കത്തുമീ വിഷപ്പാറ്റുന്നു ഞങ്ങൾ. അവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ അതുവരെയൊക്കെ നമ്മളായിരുന്നു. കോഴിയുടെ കുട്ടിയെ ഇങ്ങനെ ഉപദേശിക്കുക മാത്രമേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തായി? ഒരു വേർപ്പെടുത്തൽ അവിടെ വന്നു. ചത്തു ചീഞ്ഞു ശവങ്ങളിൽ കൊത്തി കത്തുമീ വിഷപ്പാറ്റുന്നു ഞങ്ങൾ. ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ വിശപ്പാറ്റുന്നത്? എങ്ങനെയാ പറഞ്ഞത്? ചത്തു ചീഞ്ഞ ശവങ്ങളിൽ കൊത്തി. അപ്പൊ നല്ല ഭക്ഷണം കഴിക്കാൻ കൂടി അവകാശമില്ലാതെ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ കൂടി കിട്ടാത്ത ഒരു താഴ്ന്ന വർഗത്തിന്റെ രോദൻ നമുക്ക് ആ വരികളിൽ കാണാനായിട്ട് പറ്റും. ഒന്നല്ല. പിന്നെ ഇവിടെ കോഴി സ്ത്രീയാണ് അല്ലേ? അപ്പൊ അവിടെ സ്ത്രീ എപ്പോഴും എന്താണ്? വീട്ടില് എല്ലാവരുടെയും കഴിഞ്ഞ് സ്വന്തമായിട്ടൊന്നും തന്നെ
പിന്നെ കിട്ടാതെ അല്ലെങ്കിൽ നല്ല ഭക്ഷണമോ നല്ല ജീവിതമോ ലഭിക്കാത്ത ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം, അതിനെ കാണിക്കാനും കൂടി ആ വരി നമുക്ക് ഉപയോഗിക്കും. അപ്പൊ ചത്തുചീഞ്ഞ ശവങ്ങളിൽ കൊത്തി കത്തുമീവിച്ച പാറ്റുന്നു ഞങ്ങൾ എന്നുള്ള ആ സംബോധന കൊണ്ട് പൊതുസമൂഹത്തെ അല്ല, പിന്നെ ഒരു പ്രത്യേക വിഭാഗത്തിനെ അത് പ്രതിനിധീകരിക്കുന്നു. പിന്നെ എത്തി നോക്കാതെ മാളത്തിൽ നിന്റെ മൂത്തോർ മുങ്ങി മടങ്ങി വന്നീ. നീ ആ മാളത്തിലേക്ക് എത്തി നോക്കരുത്. കാരണം എന്താ പറഞ്ഞത്? നിന്റെ മൂത്തോർ മുങ്ങി മടങ്ങി വന്നില്ല. മൂത്തോരൊക്കെ ആ മാളത്തിൽ എത്തി നോക്കിയിട്ട് അവർക്കൊക്കെ അവിടുന്ന് അപകടം സംഭവിച്ചിട്ട് കോഴി കുറേ മുന്നറിയിപ്പുകൾ ഇങ്ങനെ കുത്തിക്ക് കൊടുക്കുകയാണ്. അപ്പൊ നീ പിന്നെ ഇങ്ങനെ അപകടത്തിൽ ചെന്ന് ചാടരുത്, അവിടെ പോയാൽ അങ്ങനെ ഉണ്ടാവും, ഇവിടെ പോയാൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് അമ്മ കുട്ടിയെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പൂക്കളല്ലവ കൂടെയാണെന്റെ മക്കൾ 4 പേർ കൊക്കരെ കൊക്കോ. അപ്പൊ ആ മാളത്തിൽ കാണുന്നത് പൂക്കളല്ല, അതൊക്കെ പിന്നെ എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയാണ്. കാരണം ആ മാളത്തിലേക്ക് പോയവരാരും പിന്നെ തിരിച്ചു വന്നില്ല. അപ്പൊ എപ്പോഴും അപകടങ്ങൾ എല്ലായിടത്തും പതിയിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നിന്നെ ആകർഷിക്കാനായിട്ട് പലതും കാണും, നീ അതിലേക്കൊന്നും ചെന്നു ചാടരുത് എന്ന് കോഴി ഉപദേശിക്കണം. പൂക്കളല്ല എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ആകർഷിക്കാനായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഈ ആകർഷണം കണ്ടിട്ട് നീ അതിലേക്ക് പോകരുത് എന്നുള്ള ഉപദേശമാണ് കോഴി കൊടുക്കുന്നത്. പോരുകന്റെ ചിറകിൻ്റെ കീഴിൽ നീരവം നിഴൽ നിൻ തലമോളിൽ. പോരുകന്റെ ചിറകിൻ്റെ കീഴിൽ നീരവം നിഴൽ നിൻ തലമോളിൽ. അക്കരെ നിഴൽ കൂർത്ത നഖത്തിൽ കോർത്തുയിരത്ര കൊത്തിപ്പറിച്ചു. മോളിലാണവർ മാനത്തെ മേട വീട്ടിലാണു കഴുകന്മാർ വാഴ്ച. നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവർത്തിയില്ലല്ലോ. കാവിലക്കിളിപ്പാട്ടുകൾ കേട്ടും പൂവു കണ്ടും പറന്നു ചൊല്ലല്ലേ. കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ടു കടിച്ചു പറിക്കും. തോട്ടുവക്കീലെ കൈതയ്ക്കകത്ത് തെറ്റിപ്പൂത്ത പടർപ്പിനകത്ത് കാറ്റു തിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പു കരുതി നടക്കാം. പോരുകന്റെ ചിറകിന്റെ കീഴിൽ നീരവം നിഴൽ നിൻ തലമോളിൽ. അക്കരി നിഴൽ കൂർത്ത നഖത്തിൽ കോത്തുയീരത്ര കൊത്തിപ്പറിച്ചു. പോരുകന്റെ ചിറകിന്റെ കീഴിൽ നീരവം നിഴൽ നിൻ തലമോളിൽ. നിന്റെ തല മുകളിലെ ഏത് സമയവും ഒരു കരിനിഴൽ അങ്ങനെ ഉണ്ട്. നീ എൻ്റെ ചിറകിന്റെ കീഴിലെ ഇപ്പോൾ പോരുക. കാരണം എന്താണ്? നിനക്ക് സ്വന്തമായിട്ട് ജീവിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഞാൻ നിന്നെ കൊത്തിമാറ്റും. ഇപ്പൊ കൊത്തിമാറ്റിയിട്ടില്ല. അപ്പൊ ഇപ്പൊ എന്തുണ്ട്? എൻ്റെ ചിറകിന്റെ കീഴിലാണ് ഇപ്പൊ നീ ഇരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തേത് എന്താണ്? ഇപ്പൊ കോഴി കുറെ ഉപദേശങ്ങൾ കൊടുത്തു. അപ്പൊ എൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ട് മാത്രമേ നീ ജീവിക്കാവൂ. അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏത് സമയവും നിന്നെ ആക്രമിക്കാനായിട്ടിരിക്കുന്ന പിന്നെ അപകടങ്ങൾ ഏത് സമയം നിന്റെ തലമുകളിൽ അങ്ങനെ ഉണ്ടെന്ന് പറയും. അപ്പൊ പോരുകന്റെ ചിറകിന്റെ കീഴിൽ നീരവം നിഴൽ നിൻ തലമുകളിൽ. അക്കരി നിഴൽ കൂർത്ത നഖത്തിൽ കോർത്തുയിരത്ര കൊത്തിപ്പറിച്ചു. ഉയരെന്ന് പറഞ്ഞാല് ശരീരം. അപ്പൊ ഏത് സമയവും നിന്റെ തലയുടെ മുകളിൽ ഒരു കരിനിഴൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അതൊരു അപകടമാണ്. അപ്പൊ അത് എത്രയോ ശരീരങ്ങളെ ഇങ്ങനെ കൊത്തിപ്പറിച്ചിരിക്കുന്നു. അപ്പൊ ഈ അപകടത്തിനെ നീ എപ്പോഴും മുന്നിൽ കാണണമെന്ന് കോഴി ഉപദേശിക്കും. മോളിലാണവർ മാനത്തെ മേട വീട്ടിലാണ് കഴുകന്മാർ വാഴ്ച. അവരുടെ വാഴ്ച എവിടെയെന്നാ പറഞ്ഞത്? മോളിലാണ്. അപ്പൊ ഇവിടെ സാമ്രാജ്യത്വവൽക്കരണം അതിന്റെ ഒരു പിന്നെ സൂചന അവിടെ കവി നമുക്ക് തരുന്നുണ്ട്. കാരണം സാമ്രാജ്യങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മളുടെ മേലെ ഏത് സമയവും കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ അവരുടെ അപകടക്കെണിയിൽ കുടുങ്ങാം. അപ്പൊ നമ്മൾ സ്വയം സംരക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളൊരു സൂചന അവിടെ കവി തരുന്നുണ്ട്. നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവർത്തിയില്ലല്ലോ. അതാണ് വേറൊന്ന്. കോഴിക്ക് ചിറകിന്റെ നീളം കുറവാണല്ലോ. അപ്പൊ നമുക്ക് സംഘടിച്ച് അവരെ നേരിടാനോ സ്വയം നേരിടാനോ ഒന്നുള്ള ശേഷി കുറവാണ്. നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവർത്തിയില്ലല്ലോ. നമ്മളുടെ ചിറകിന് ആ നീളം കുറവാണ്. കാരണം അവരെ തിരിച്ച് ആക്രമിക്കാൻ അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കാനുള്ള ശേഷി നമ്മൾക്ക് കുറവാണ്.
അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. അല്ലാതെ ആക്രമണം വന്നതിന് ശേഷം അതിനെ നേരിടാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം തിരിച്ചാക്രമിക്കാനുള്ള ശേഷി നമുക്ക് കുറവാണ് എന്ന് കോഴി കുട്ടിക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. കാവിലെ കിളി പാട്ടുകൾ കേട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലല്ലേ, കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ടു കടിച്ചു പറയും. അടുത്ത ഉപദേശമാണ്. കാവിലെ കിളിപ്പാട്ടുകൾ കേട്ടും പൂവ് കണ്ടും നീ പറന്നു ചെല്ലല്ലേ. നിന്നെ ആകർഷിക്കാനായിട്ട് നാല് ഭാഗത്തും ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ട്. അവർക്ക് പറന്നു ചെന്നാൽ എന്താണ് ഉണ്ടാവുക? കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും. കാടിനുള്ളിൽ ആക്രമിക്കാനായിട്ടിരിക്കുന്ന കാടനുണ്ട്, അത് നിന്നെ കടിച്ചു പറിക്കും. അപ്പൊ ഇവിടെ കുട്ടിക്ക് അമ്മ കൊടുക്കുന്ന ഉപദേശം, അപ്പൊ നിന്നെ ആകർഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നാലുപാടും ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും കണ്ടിട്ട് നീ അതിലേക്കൊന്നും ആകർഷിച്ച് നിന്റെ സ്വന്തം സുരക്ഷ നോക്കാതെ അവിടെ ഒന്നും പോയി കുടുങ്ങരുത്. അങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതം തന്നെ നശിപ്പിക്കാനായിട്ട് നാല് ഭാഗത്തും എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്ന് കോഴി തന്റെ കുട്ടിയെ ഉപദേശിക്കുക. തോട്ടുവക്കിലെ കൈതയ്ക്കകത്ത് തെറ്റിപ്പൂത്ത പടപ്പിനകത്ത് കാറ്റു തിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പു കരുതി നടക്കും. തോട്ടുവക്കിലെ കൈതയ്ക്കകത്ത് തെറ്റിപ്പൂത്ത പടർപ്പിനകത്ത്, തോട്ടുവക്കിലെ കൈതയ്ക്കകത്തും തെറ്റിപ്പൂത്ത പടർപ്പിനകത്തും തെച്ചി പൂത്ത് നിൽക്കുന്ന ആ പടർപ്പിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? കാറ്റു തിന്നു കഴിയുന്ന വർഗം. കാറ്റു തിന്നു കഴിയുന്ന വർഗം പാമ്പ്. പാമ്പ് ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചാൽ പിന്നെ കുറേ ദിവസത്തിന് ഭക്ഷണം കഴിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കാറ്റ് തിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പു കരുതി നടക്കുക. അപ്പോൾ പിന്നെ കൈതയുടെ തോട്ടുവക്കിലെ കൈതയുടെ അടുത്തും അതേപോലെ തെറ്റിപ്പടപ്പിന്റെ അവിടെയൊക്കെ പാമ്പുകൾ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവാം. അപ്പൊ ആ പാമ്പുകളുടെ കെണിയിൽ പെടാതെ, അതിന്റെ ആക്രമണത്തിൽ പെടാതെ നീ നിന്നെ സ്വയം രക്ഷിക്കണം. ഓരോ സ്ഥലത്തും എന്തെല്ലാം അപകടങ്ങൾ നിനക്ക് വരാനുള്ള സാധ്യത ഉണ്ട് നമ്മ കുട്ടി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെ, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ നാളകൾ നിന്നെ മാടി വിളിക്കും. നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ നാളകൾ നിന്നെ മാടി വിളിക്കും. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം, എൻ്റെ കർമ്മം ഞാൻ കൊക്കൊക്കൊക്കൊക്കോ. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം, എൻ്റെ കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെ, കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. അതാണ് പ്രധാന ഉപദേശം. എന്താ പറഞ്ഞത്? ആരും നമ്മളെ സംരക്ഷിക്കാനായിട്ട് അപ്പൊ നീ സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു രീതിയിലുള്ള ജീവിതമാണ് നീ ജീവിക്കേണ്ടത്. എന്താണ്? കണ്ണു വേണം ഇരുപുറം എപ്പോഴും. നമുക്ക് കണ്ണ് മുമ്പിൽ മാത്രമല്ലേ ഉള്ളൂ. മുമ്പിൽ മാത്രം കണ്ണുണ്ടായിട്ട് പോരാ, ഇരുപുറം വേണം. പിന്നെയോ കണ്ണു വേണം മുകളിലും താഴെ, രണ്ട് പുറത്തും വേണം, പിന്നെ അവിടെ വേണം മുകളിൽ. അതായത് നാല് ഭാഗത്തും നിന്റെ കണ്ണുകൾ ഏത് സമയവും ഉണ്ടാവണം. പിന്നെയോ കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ്. വെറുതും കണ്ണുണ്ടായിട്ട് പോരാ, പിന്നെന്താണ്? ഉൾക്കണ്ണ് വേണം. എല്ലാത്തിനെയും മുൻകൂട്ടി കാണാനുള്ള ശേഷി നിനക്ക് വേണം. ഏത് സ്ഥലത്ത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതിനെ ഉൾക്കണ്ണുകൊണ്ട് കാണാനും ചെറുക്കാനുള്ള ശേഷി നീ സ്വയം ആർജിച്ചെടുക്കണം. അപ്പൊ അതുകൊണ്ട് കണ്ണിലെപ്പോഴും കത്തിച്ചൊലിക്കുന്ന ഉൾക്കണ്ണ് എപ്പോഴും നിനക്ക് ഉണ്ടാവണം. നിന്റെ മനസ്സ് ഒരു സമയവും ഉറങ്ങരുത്. എപ്പോഴും ജാഗ്രതയോടുകൂടി നീ ജീവിക്കണമെന്ന് നമ്മ ഉപദേശിക്കണം. നാളെ നിന്നെ കൊത്തിമാറ്റുമ്പോൾ നാളെകൾ നിന്നെ മാടി വീഴിക്കും. നിന്റെ ജീവിതം നിൻകാര്യം മാത്രം, എൻ്റെ കർമ്മം ഞാൻ കൊക്കരക്കും. അപ്പൊ നാളെ നിന്നെ ഞാൻ കൊത്തിമാറ്റുമ്പോൾ, ഇപ്പൊ അമ്മയുടെ കീഴിലാണല്ലോ ജീവിക്കുന്നത്. അപ്പൊ അമ്മ ഇപ്പൊ പറഞ്ഞു, പിന്നെ നീ എൻ്റെ ചിറകിൻ്റെ ഉള്ളില് നീരവം പോരുക, ഞാൻ ഇപ്പൊ നിന്നെ സംരക്ഷിക്കും, ഏത് സമയവും നിന്റെ മുകളിലൊരു കരിനിഴൽ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ അമ്മ ഉപദേശിച്ചു കഴിഞ്ഞു.
അപ്പൊ അങ്ങനെ നാളെ ഞാൻ നിന്നെ കുത്തി മാറ്റുമ്പോൾ നിന്റെ ജീവിതം നിന്നെ മാടി വിളിക്കും, പിന്നെ നീ സ്വയം തന്നെ ജീവിക്കേണ്ടി വരും. അപ്പൊ എന്താണ്, നിന്റെ ജീവിതം നിൻകാര്യം മാത്രം, നിന്റെ ജീവിതം നിന്റെ സ്വന്തം കാര്യമാണ്, അല്ലാതെ അവിടെ വേറെ ആരും നിന്നെ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ എന്താണ് അതുകൊണ്ട് പറയുന്നത്, നമുക്ക് സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പൊ ഇതിനേക്കാളൊക്കെ കാര്യമായിട്ട് വേണ്ടത് എന്താണ്, സ്വയം സുരക്ഷ ആര് തന്നെ ഉറപ്പുവരുത്തണം, സ്ത്രീ തന്നെ ഉറപ്പുവരുത്തണം. നമ്മൾ സ്വയം നമ്മളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. അതല്ലാതെ ഒരുപാട് നിയമങ്ങൾ കൊണ്ടോ വേറെ ആരെങ്കിലും നമ്മളെ രക്ഷിക്കുന്നു എന്ന് വിചാരിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളുടെ കാര്യം സ്വയം നോക്കാനായിട്ട് പ്രാപ്തരാവണം എന്ന് കവി ഉപദേശിക്കാം. അതൊന്ന്. രണ്ടാമത്തത്, സമൂഹത്തിനോട് അങ്ങനെ ഒരു ഉപദേശം വേറെ കുറെ നിയമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സംരക്ഷിക്കുന്നോ അങ്ങനെയൊന്നും വിചാരിച്ച് ജീവിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. നമുക്ക് കിട്ടേണ്ടതൊക്കെ ആര് തന്നെ നേടിയെടുക്കണം, നമ്മൾ തന്നെ സ്വയം നേടിയെടുക്കണം എന്നുള്ളൊരു ഉപദേശം കൂടി കവി അവിടെ തരും. അപ്പൊ എൻ്റെ കർമ്മം ഞാൻ കൊക്കരെ കൊക്കും, എൻ്റെ കർമ്മം ഞാൻ കൃത്യമായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. എൻ്റെ കർമ്മം എന്താണ്, പ്രകൃതി നിയമം അനുസരിച്ച് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുക, അവരെ സ്വയം ജീവിക്കാനാവുന്നത് വരെ പോറ്റി വളർത്തുക, കർമ്മം ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ നീ നിന്റെ ജീവിതം സ്വയം പരിപിടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ മകൾക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് അവിടെ കാണുന്നത്.
കർമ്മം ഞാൻ